സാറേ എങ്ങോട്ടത്തെ തീർത്തിയില് ക്ലാസ്സിൽ പോണ അല്ല തൂറാൻ പോയാണ് വനണ്ടാ. എന്താണ് ഒരു വൃത്തികെട്ട മണം? സാറേ അത് ഇവൻ ഗ്യാസ് വിട്ടതാ. അതിനെന്താ കഞ്ചാവിന്റെ മണം? അത് സാറേ ഇവൻ ഗ്യാസ് ഇടുമ്പോ അങ്ങനെ സാറേ ചെലപ്പം കഞ്ചാവിന്റെ നാറ്റുണ്ടാവും, ചെലപ്പം മദ്യത്തിന്റെ, ചെലപ്പോ പനങ്കള്ളിന്റേതാവാം, ചെലപ്പോ ആ മതി, വെരി ഗുഡ്. നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നിനക്കെന്തൊരു നോളജടാ ഇവന്റെ ഗ്യാസിനെ കുറിച്ച്? വെച്ചിട്ടുണ്ട് ഞാൻ എല്ലാത്തിനും. ആ പെട്ടെന്ന് എത്തിക്കോ. നിന്റെ ഹാൻഡ് റൈറ്റിംഗ് സൂപ്പർ ആട്ടാ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മൾ ഇന്നലെ എവിടെയാണ് നിർത്തിയത്? ക്ലീൻ ഡെവലപ്മെന്റ് മാനേജർ. ക്ലീൻ ഡെവലപ്മെന്റ് മാനേജർ. എന്താണോ രാവിലെ തന്നെ? ഒരു സർക്കുലർ ഉണ്ട്. ഓ, ഇറ്റ്സ് ആൻ അവയർനെസ് സർക്കുലർ. വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക്, സമൂഹത്തെ കാർന്നു തിന്നുന്ന അർബുദമാണ് മയക്കുമരുന്ന്. അതിനെ പ്രതിരോധിക്കേണ്ടത് സമൂഹത്തിന്റെ കടമയാണ്. പ്രലോഭനങ്ങളിൽ ആകൃഷ്ടരായി മയക്കുമരുന്നിന് അടിമപ്പെട്ട് ജീവിതം നശിച്ചു പോകുന്നവരുടെ എണ്ണം അനുദിനം പെരുകി വരികയാണ്. അമൃത്സറിന് ശേഷം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലഹരിമരുന്ന് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു. 2017 മാത്രം 50,000-ൽ പരം കേസുകളിലായി 304 കോടി രൂപയുടെ മയക്കുമരുന്നുകളാണ് പിടികൂടിയത്. പിടിക്കപ്പെടാതെ പോയത് എത്രയോ കാണും. മയക്കുമരുന്ന് വിപണനം നടത്തുന്നവരും നേരത്തെ ഇത്തരം കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടവരുമാണെങ്കിൽ വധശിക്ഷ വരെ കിട്ടാവുന്നതാണ്. മയക്കുമരുന്ന് വിപണനം നടത്തുന്നവരെ പറ്റി എന്തെങ്കിലും സൂചന കിട്ടിയാൽ അത് ഉടനെ പോലീസിൽ അറിയിക്കേണ്ടത് ദേശസ്നേഹമുള്ള ഓരോ പൗരന്റെയും കടമയാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ശരി, അപ്പോ എല്ലാവരുമായിട്ട് എനിക്കൊന്നേ പറയാനുള്ളൂ, സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. അപ്പോ എല്ലാവരും നോട്ട്സ് അപ്ഡേറ്റ് അല്ലേ? സ്റ്റാൻഡപ്പ്. നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇത് എങ്ങനെ സാധിച്ചു? പല പല പേജിൽ പല പല ഹാൻഡ് റൈറ്റിംഗ്. വളരെ അപൂർവമായി ചിലർക്ക് കിട്ടുന്ന സിദ്ധിയാണത്. ഓരോരോ ദിവസങ്ങളിൽ ഓരോരോ ഹാൻഡ് റൈറ്റിംഗ്. നീ ഒരു അത്ഭുത ബാലൻ തന്നെ. സത്യം പറഞ്ഞു, ഇതാരുടെ ഹാൻഡ് റൈറ്റിംഗ് ആണ്? സത്യമായിട്ട് ഓർക്കുന്നില്ല സർ. അത് കറക്റ്റ്, സ്വാഭാവികം. പല പല പേജിൽ പലതാകുമ്പോൾ അവർ കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഒത്തുനോക്കി ഞാൻ കണ്ടുപിടിക്കും. അപ്പൊ കഥ മാറും, പാടി തരും ഞാൻ. സത്യം പറഞ്ഞോ, ഇതാരുടെടാ? ഓഹോ, അപ്പൊ ഇതാരുടേതാ? ഇതോ? അപ്പൊ നിന്റെ നോട്ട്ബുക്കിൽ നിന്റെ ഹാൻഡ് റൈറ്റിംഗ് ഇല്ലേ? ഉണ്ട് സർ. എവിടെ? അവസാനം അവൻ കണ്ടുപിടിച്ചു. അവന്റെ നോട്ട്ബുക്കിൽ അവന്റെ സ്വന്തം ഹാൻഡ് റൈറ്റിംഗ്, 1/2 പേജ്. അതും ഡോക്ടേഴ്സിന്റെ ഒക്കെ മരുന്നുറിപ്പ് പോലെ. നീ ഒരു ഡോക്ടർ ആവേണ്ടതായിരുന്നല്ലേ? നമ്മുടെ നാട്ടുകാര് ഭാഗ്യമുള്ളവന്മാരാ. നീ ഡോക്ടർ ആവാത്തതുകൊണ്ട് എത്ര പേരുടെ ജീവൻ രക്ഷപ്പെട്ടു എന്ന് നിനക്കറിയാമോ? സാറേ, പണ്ട് മുതൽ അവന്റെ നോട്ട്സ് പലതും ഞങ്ങൾ എഴുതാറ്. ഓഹോ, പണ്ട് മുതലേ പരിചയമുണ്ടോ? ഉണ്ട് സർ. LKG മുതൽ ഞങ്ങൾ 6 പേര് ഒരുമിച്ച് പഠിച്ചതാ. 6 പേരോ? അതാരൊക്കെയാ? നമ്മളൊക്കെയാണ് സർ. സാറേ, അവൻ ഈ ആർട്സ്, സ്പോർട്സ്, ഗെയിംസ് എന്നൊക്കെ പറഞ്ഞ് കറങ്ങി നടക്കും. പോരാത്തിന് ഹൗസ് ക്യാപ്റ്റനും. അതിനും പുറമെ സിനിമ പ്രാന്തും. ഓഹോ, അതുകൊണ്ടോ? ഉണ്ട് സർ. 2 പടത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഏതൊക്കെ? ആനന്ദ ഭൈരവി, അതിശയൻ. എന്ത് പരിപാടിക്ക് ടീച്ചേഴ്സ് അവനെ പിടിച്ച് മുന്നേറും. ടീച്ചേഴ്സിന് പണി കുറയില്ലോ. പിന്നെ എവിടുന്നാണ് സാറേ നോട്ട്സ് എഴുതാൻ സമയം? ഓക്കെ, മനസ്സിലായി.
പക്ഷെ ഒരു സംശയം, അപ്പൊ ഈ എക്സാം ആരെഴുതും? അതൊക്കെ അവൻ തന്നെ എഴുതും, പാസ്സാവുകയും ചെയ്യും. ഓഹോ, അതെങ്ങനെയാ പാസ്സാവുന്നത്? പറയടാ, എന്താണ് അതിന്റെ ഗുഡൻസ്? ഒരു ഗുട്ടൻസ് ഇല്ല സാറേ. ഞാനൊക്കെ 6 മണിക്കൂർ കൊണ്ട് പഠിക്കുന്നത് അവൻ വെറും 1/2 മണിക്കൂർ കൊണ്ട് മണ്ടേ കയറ്റും. അത് തന്നെ ഗുട്ടൻസ്. പക്ഷെ ആനന്ദേ, ഹാൻഡ് റൈറ്റ് നന്നാവണമെങ്കിൽ എഴുതിയാൽ മാത്രമേ പറ്റൂ. അതുകൊണ്ട് നാളെ മുതൽ ഞാൻ മറന്നാലും നോട്ട്സ് എന്നെ കാണിക്കണം, സ്വന്തം കൈപ്പടയിൽ. ഓക്കെ? 2, 3, 4, 5, 6, 7, 8. ഇങ്ങനെ കളിക്കുന്നേ. 5, 6 ഇവിടെ ശ്രദ്ധിക്കോ. 1, 2, 3, 4, 5, 6, 7, 8. 1, 2, 3, 4. 1, 2, 3, 4. 1, 2. എന്താ കുട്ടി കാണിക്കണേ? ചുമ്മാ തമാശ കളിക്കാ. ഇങ്ങോട്ട് മാറിയിക്കാ. സോറി ഇഷ്ടപ്പെടും ഞാൻ. ഇങ്ങോട്ട് മാറിയിക്കാ. കുട്ടി ഇങ്ങോട്ട് വരൂ. മാറി നിൽക്കുന്നേ. കുട്ടി ഇങ്ങോട്ട് വരിക. കളിക്കോ. റെഡി? ആനന്ദ് റെഡി? 2, 3, 4, 5, 6, 7. 1, 2. മുദ്രകൾ ശ്രദ്ധിക്കോ. 1, 2, 3, 4, 5, 6, 7, 8. 1, 2, 3, 4, 5, 6, 7, 8. 1, 2, 3, 4, 5, 6, 7, 8. 1, 2. അടിപൊളി. 1, 2, 3, 4, 5, 6. ആനാരുടെ ഫോട്ടോ എടുക്കാൻ കിടക്ക് പുറത്ത്. ഉമ്മ പെൺകുട്ടിയുടെ ഫോട്ടോ എടുത്ത് നശിപ്പിക്കാൻ നടക്കാൻ സാധനം. നീ ഇവിടെ വന്നിരിക്കായിരുന്നു. നിനക്കിത് എന്താ പറ്റിയേ? കുന്തം. പിണങ്ങാതെ കാര്യം പറ. എന്നെ മാറ്റി ഐശ്വര്യാക്കിയപ്പോ നിനക്ക് സന്തോഷമായല്ലോ അല്ലേ? എന്ത് സന്തോഷം? ഐഷ ആയാലും നീ ആയാലും മറ്റാരായാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഓ, എന്തൊരു സന്തോഷം. എത്ര പേര് വേണം നിനക്ക് സന്തോഷിക്കാൻ? നിനക്കെന്തോ പറ്റിയിട്ടുണ്ട്. വട്ടായോ? ഞാൻ ആരൊപ്പം ഡാൻസ് ചെയ്താലും നിനക്കെന്താടാ? ശരിയാ, നീ പറഞ്ഞ ശരിയാ. നീ ആരുടെ ഡാൻസ് കളിച്ചാൽ എനിക്കെന്താ? ഞാനെന്തിനാ ടെൻഷൻ അടിക്കുന്നല്ലേ? കുറച്ച് നാളായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് നിന്റെ ഈ മാറ്റം. ഐ എം സോറി. ഫർഗെറ്റ് അബൌട്ട് ഇറ്റ്. ഞാനെന്താ പെട്ടെന്ന് മൂഡ് ഓഫ് ആയിപ്പോയി. ബാബാ, ഓ, എന്താ മൂത്താപ്പ? നീ ഇത് കണ്ടോ? അതൊക്കെ ഇവനെ അറിയോ? ആരാണിവൻ? നോക്കട്ടെ നോക്കട്ടെ. നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ. ആരാ ഇവൻ? ആ, പറഞ്ഞ പോലെ ഓനെ നമുക്ക് നല്ലോണം അറിയാലോ. ഓനെ നമ്മൾ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഓ, പടച്ചോനെ, ഓന് നമുക്ക് കുടികിട്ടില്ലല്ലോ. ഓ ഓ ഓ ഓ ഓ. ആ, കുടികിട്ടി മൂത്താപ്പ. അതിശയൻ. ഓനെ പണ്ടേ നമുക്കറിയാം. ഓൻ വല്ലാത്തൊരു പുള്ളിയാ. എങ്ങനെ? പണ്ട് നമ്മൾ ഹജ്ജിന് പോണതിന് മുമ്പ് ഒരുമിച്ചൊരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിശയൻ. അതിന്റെ ഷൂട്ടിംഗ് നടക്കുമ്പോഴും ഒരു ഷോട്ട് എടുക്കും ഓൻ പോയി ഓളെടുത്തിരിക്കും, പിന്നെയും ഒരു ഷോട്ട് എടുക്കും പോയി ആയിഷാന്റെ അടുത്തിരിക്കും. എന്തിന്? ഓളെ പഞ്ചാര അടിക്കാൻ, അല്ലാതെ പിന്നെന്തിന്? പടച്ചവന്റെ സത്യാണോ? ആ മൂത്താപ്പ, ഓനാള് ചില്ലറക്കാരനല്ല, ഓനൊരു ഭീകരനാ. എന്തു ഭീകരൻ? പഞ്ചാര ഭീകരൻ. ഓന് സൂക്ഷിക്കണം, അല്ലെങ്കിൽ ഓനടിച്ചോണ്ട് പോവും. എന്ത്? നമ്മുടെ ആയിഷാനെ. ഓ, എന്റെ പടച്ചോനെ, പുലിവാലാവോ? ആ, എന്തായി കാര്യങ്ങളൊക്കെ? അതൊക്കെ ഉഷാറായിട്ട് നടക്കണേ. ആണോ? വരി. ഹൈദ്രോസേ, എന്താ പാപ്പ? നീ ഇത് കണ്ടോ? നിങ്ങളൊക്കെ ഒന്ന് പുറത്തേക്ക്. എന്താണ് പാപ്പ ഈ കാണുന്നത്? നമ്മുടെ മെഹ്റൂഫിന്റെ മോൻ അഫ്നാൻ അയച്ചു തന്നതാ. ഏതാണ് ഈ ചെക്കൻ? ഒരു SI ഉണ്ടായിരുന്നില്ലേ, മോട്ടോർ സൈക്കിളിൽ നിന്ന് വീണ് കാല് പോയ രാജ്മോഹൻ, ഓന്റെ മോനാ. ബാവാ, ഓ, ആയിഷ കോളേജിൽ നിന്ന് വന്ന. ആ, വന്നേക്കുന്നു. വിളിക്കവളെ. ആയിഷ,
എന്ത് പാപ്പാ? ഇതെന്താണ് ഈ കാണുന്നത്? ആഹാ, ഇതായിരുന്നു. ഇതെവിടുന്ന് കിട്ടി? ഇത് ഞങ്ങളുടെ ഓണാഘോഷ റിഹേഴ്സലിലെ ഫോട്ടോസാ. ആരാ എന്നോട് തട്ടം മാറ്റാൻ പറഞ്ഞത്? എന്റെ മൂത്താപ്പ മുണ്ടും വേഷയുടെ കൂടെ തട്ടം ചേരോ? ഈ ചോദിച്ചതിന് മറുപടി പറയും. ആരും പറഞ്ഞില്ല പാപ്പ, എന്റെ ഇഷ്ടത്തിന് മാറ്റിയതാ. ഇപ്പൊ ചെറിയ കുട്ടിയൊന്നല്ല. മാത്രല്ല, ഈ ആരാണെന്ന് നിനക്കറിയോ? വലിയടത്തെ ഉമ്മറാജിയുടെ പേരക്കുട്ടിയാ. നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുത്. നാളെ മുതൽ വെറുതെ കോളേജിൽ പോയാ മതി. എന്റെ മൂത്താപ്പ കഷ്ടണ്ട്. കോളേജിൽ AC ഒന്നുമില്ല, ചൂടെടുത്ത് മനുഷ്യൻ. ആയിഷ, മുത്താപ്പ പറയും, എന്റെ മുത്ത അനുസരിക്കും. പാപ്പ അത് തർക്കുത്തരം വേണ്ട, പൊയ്ക്കോ. അല്ല, അനക്കിപ്പോ എന്താ വേണ്ടത്? എനിക്കിപ്പോ ഹോസ്റ്റലിലേക്ക് മാറണം മൂത്താപ്പ. ഈ ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങി നേരത്തിന് എത്താൻ കഴിയുന്നില്ല. കാലത്ത് 1.5 മണിക്കൂറും വൈകിട്ട് 1.5 മണിക്കൂറും പെരുവഴിയിൽ. എനിക്ക് മടുത്തു. ആ മടുപ്പ് ഒഴിവാക്കാൻ നമുക്കൊരു കാര്യം ചെയ്യാം. ആ കോളേജിനെ നമ്മളെ വീട്ടിന്റെ അടുത്തോട്ട് കൊണ്ടുവരാം. ആ, അത് കറക്റ്റ്, അത് മതി. എന്താ എന്റെ ബാവക്കാന്റെ ഒരു ബുദ്ധി? തലച്ചോറ് ഉപ്പിലിട്ട് വെക്ക്. കാലത്തൊരു കമ്മിറ്റി ഉണ്ട്, പോയിട്ട് വരാം. പാപ്പാ, ഈ നന്നായി പഠിക്കണം, എനിക്ക് അത്രേ ഉള്ളൂ. എന്റെ ഇഷ്ടത്തിനൊന്നും ഞാനെതിരല്ല. പ്രിൻസിപ്പളെ ഞാൻ വിളിച്ചു പറയാം. താങ്ക് യു പാപ്പ. പാപ്പ എപ്പോ വിളിച്ചാലും വെളിപ്പുറത്തുണ്ടാവും. ശരി മുത്തേ. ഇനി ഇതുപോലെ ബാക്കി കാര്യങ്ങളൊക്കെ മൂത്താപ്പാന്റെ അടുത്ത് വാവാ. പറഞ്ഞ് പോവാ. മൂത്താപ്പ, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. ഇവിടെ കുതിരിക്കേ ബരി. ഇത് പറമ്പോളെ. മൂത്താപ്പ പറഞ്ഞിട്ട് ഞാൻ ഈ പറഞ്ഞിട്ട് ക്ലാസ്സിൽ പോകുന്ന. ചൂടെടുത്ത് വിശർത്തിട്ട് വയ്യ മൂത്താപ്പ. വിശർത്ത തുടങ്ങും ചൊറിച്ചില്. ചൊറിന പിന്നെ മേലാകെ ചുമന്തടിച്ച് കണ്ണ. വേണ്ട വേണ്ട, വല്ലാണ്ട് ചൊറിഞ്ഞ് നിന്റെ തടി വിടക്കാക്കണ്ട. വെറുതെയാണ് നിർബന്ധം. നമ്മൾ പിൻവലിച്ചിരിക്കുന്നു. പോരെ. താങ്ക് യു മൂത്താപ്പ. കോളേജിലൊന്നും AC ഇല്ലല്ലോ ഗൾഫിലെ പോലെ, അതുകൊണ്ടാ. മനസ്സിലായി മനസ്സിലായി.